ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ മാസങ്ങളായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ട്. നമ്മൾ ടൂറൊക്കെ പോയ വ്ളോഗാണ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ. അപ്പോൾ നമ്മളത് ആ വീട്ടിൽ ഇവിടെ നെല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ പാടത്ത്. അതൊക്കെ കൊയ്ത്തിനൊക്കെ റെഡി ആയി നിൽക്കട്ടെ. നല്ലോണം വിളഞ്ഞ് നെല്ലൊക്കെ പാകമായിട്ടുണ്ട് കൊയ്ത്തിന്. അപ്പോൾ ഈ ഒരു പരിവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ 2 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ കൊയ്ത്തൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാവരും മിഷീനെ വെച്ചിട്ടാണല്ലോ കൊയ്യുന്നത്. മറ്റിച്ചേനെ സാധാ അരിവാളുകൊണ്ട് കൊയ്ത്തൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, അവർക്ക് ലാഭമില്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വിചാരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ പാടത്ത് നിന്നിട്ടാണ്. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഈ ഒരു വരമ്പാണ് നമുക്ക് ഇവിടെ ഉള്ളത്. വരമ്പത്ത് കൂടെ തന്നെയാണ് പോവാട്ടോ. പാടത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടുള്ളത്. ഫസ്റ്റ് ടൈം കാണുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവില്ല, അത് കാരണം പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഞാറ് നടുന്ന സമയത്തും നല്ല പച്ചപ്പായി കിടക്കുന്ന സമയത്തൊക്കെ വീഡിയോ ഉണ്ട്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എടുക്കുന്നുണ്ടാവും കേട്ടോ. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാനിപ്പോൾ കയറുന്നത് കുട്ടികൾ സ്കൂൾ ഇട്ടിട്ട് വരാറായിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. വെയിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ഈ മൂലൊക്കെ ഇങ്ങോട്ട് തണലത്തേക്ക് നിൽക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അവരെ കാത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് കേട്ടോ, നമുക്ക് എത്ര രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എന്താണെന്നൊക്കെ. അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്, ഇനി എത്രയാണ് കിട്ടാറ് എന്നൊക്കെ ഞാൻ വീഡിയോസിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ടോളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ പാടത്തെ ഒരു കാഴ്ചതാ ഇങ്ങനെയാണ് കേട്ടോ. നല്ല അത്യാവശ്യം വെയിലിങ്ങനെ ഉദിച്ച് നിൽക്കുന്ന സമയം, വൈകുന്നേരം ആയാലും ഈ ഒരു സമയത്ത് വെയിലൊക്കെ തന്നെ അവിടെ. അപ്പോൾ കുട്ടികൾ സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഓട്ടോറിക്ഷയ്ക്കാണ് പോവുക. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലത്തെ കുട്ടികളുണ്ട്, അവരും ഒക്കെ പാടെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ ഇവർ ഓടി വരികയാണ്. ഇവിടെ സ്കൂളിൽ വണ്ടി ഇറങ്ങിയാൽ വരും. അപ്പോൾ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ പരാതിപ്പെട്ടി തുറന്നിട്ടാണ് വരവിട്ട. ഫെമിക്കുട്ടി എന്ത് സ്കൂളിൽ തല്ലുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫോൺ ഓണാക്കിയത് അപ്പോഴാണ് കണ്ടത് കേട്ടോളൂ. അപ്പോൾ എന്നെ ഓഫാക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ് ഞാൻ വോയിസ് ഒന്നും ഇടില്ല എന്ന് പറഞ്ഞ കാരണം ഇങ്ങനെ പറഞ്ഞും കൊണ്ട് പെയ്തിട്ടാണ് കേട്ടോ പോണത്. ഒരു ബുക്ക് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് സ്കൂളുണ്ടായ പോയ മുതൽക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാതും പറയട്ടെ. അപ്പോൾ മിക്കവാറും പെൺകുട്ടികളാണ് അങ്ങനെ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടികൾക്ക് ഇത്തിരി കാര്യങ്ങളൊക്കെ പറയാൻ മടിയാണ് സ്കൂളത്തൊക്കെ. എന്നാൽ തന്നെ നമ്മളിങ്ങനെ കുത്തിത്തുഴഞ്ഞിങ്ങനെ ചോദിച്ചാലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ തലമാലൊക്കെ എടുത്തിട്ട് പറയുള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഓരോന്നോരോന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സ്കൂളത്തെ കാര്യങ്ങൾ പോയതും വന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ ഫെമിക്കുട്ടിയുടെ ആക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക. വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോവാട്ടോ. അത് നല്ല എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള ഭാവമാറ്റങ്ങളാണ് ഉള്ളത് കാണുന്നത്. പിന്നെ നമ്മളിങ്ങനെ പോവാട്ടോ. മിന്നൂസ് മുന്നേ ഓടിയിട്ടുണ്ട് കേട്ടോ. മിന്നൂസ് എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് ഓള്. മിന്നൂസ് പിന്നെ സ്കൂൾ വിട്ടിട്ടുണ്ടെങ്കിൽ മദ്രസയിലാണ് ഫസ്റ്റ് ഓള് മുന്നിൽ ഒറ്റ മിന്നലാട്ടോ. ഓൾ ആദ്യം ഫ്രണ്ടിൽ പോവും. അത് കാരണം പിന്നെ ബാക്കിൽ തമ്പിട്ട് വരുന്നുണ്ടെന്നൊന്നും വിചാരിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ വീട്ടിലേക്കുള്ള വഴി തന്നെയാണ്. പിന്നെ ഇവിടെ സൈഡിൽ നമ്മളെ ചെമ്പരത്തി പൂവിൻ്റെ പല കൊമ്പുകളും ചെടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ പൂവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു പൂവായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാണ്ട്. ഇത് നമ്മളെ അയൽവാസിയുടെ ബേബീച്ചർ വീടാട്ടോ. അപ്പോൾ അവിടെയാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടുമ്പോൾ എടുത്തത് കേട്ടോ. ഇതേപോലത്തെ വെള്ളപ്പൂവുണ്ട്, ചുവപ്പുണ്ട്, പല കളറും ഉണ്ട് കേട്ടോ ഇവിടെ ചെമ്പരത്തിയിലൊക്കെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പിറ്റത്തെ ദിവസത്തെ ഒരു വ്ളോഗാണ്. അതിവിടെ നിന്ന് പൂരാണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ അയൽവാസിന്ന് അവരുടെ വീട്ടിൽ നിന്ന് പിന്നെ കരിങ്കാളി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം പൂരത്തിന്. അപ്പോൾ നമ്മളെ വീടും അവരുടെ വീടും തമ്മിലൊരു എതയുടെ വ്യത്യാസമുള്ളൂ. അത്ര അടുത്ത വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ മക്കൾ വീഡിയോ എടുത്തു തന്നതാണ്. അവരിങ്ങനെ വന്ന് നോക്കുമ്പോൾ നമ്മളെ മുമ്പായിട്ട് തന്നെ നമ്മളെ അകത്തു നിന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞ പോലെ കേട്ടോ. അത്ര അടുത്താണ്. അപ്പോൾ അതും കൂടി എടുത്തതാണ് കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടോക്കി. അങ്ങനെ അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കരിങ്കാളി അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുളങ്ങര പൂരം എന്നൊക്കെ പറഞ്ഞാൽ ഫേമസ് പൂരാണ് നമ്മളെ നാട്ടിലത്തെ. വട്ടംകുളത്ത് എടപ്പാൾ വട്ടംകുളം അങ്ങനെ നമ്മൾ ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും നല്ല ഫേമസ് ആണ് ഈ ഒരു പൂരം കേട്ടോ. അപ്പോൾ മക്കളോട് ചോദിക്കുക ഇങ്ങനെ ഈ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ പറയാനുണ്ട് അവർ കാണുന്നത്. അങ്ങനെ ഇതാ പൂരൊക്കെ ആയ കാരണം നമുക്ക് പൊരിക്കടി വെച്ചാൽ പൊരി കിട്ടിയതുണ്ട്. പൊരിക്കടി എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ട് കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ പൊരി എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര, മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് തേങ്ങ ഇട്ടിട്ട് ഒന്നും നോക്കാണ്ട് ചർണം പുറങ്ങും നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുക്കാട്ടോ. ആ കയ്യിലൊന്നും എടുക്കണ്ട, നമ്മൾ അള്ള തന്ന കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി എടുത്ത് കഴിച്ചാണ്ടല്ലോ അടിപൊളിയാണേ. പിന്നെ മക്കൾ ഇതാ പൂരത്തിന് നമ്മളവിടെ റോഡ് സൈഡിലൊക്കെ നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ചതാണ്. കുട്ടികൾക്കൊക്കെ
കളിക്കണത് വളം മാലയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിവളം ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയാണ് മക്കൾക്ക് ഇടാൻ, കുപ്പിവള. അപ്പോൾ സ്കൂളിൽ പോയിരുന്ന സമയത്തൊക്കെ കുപ്പിവളമാണ് ഭയങ്കര ഫീലാണല്ലോ അല്ലേ. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നല്ല ഉണ്ടായിരുന്നു കുപ്പിവളകൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് ഇടുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മക്കൾ ഇട്ടതാണ്. ഇത് മിന്നൂസിൻ്റെ ആണ് കേട്ടോ ഈ കളിക്കണത്. പൊട്ടിക്കണ്ട, ഇത് കാണുമ്പോൾ ഇങ്ങനെ കുത്തി പൊട്ടിക്കാൻ തോന്നും. മാറ് നോക്കട്ടെ മോളെ, അതുണ്ട്. അതില്ല ഇല്ല രസമുണ്ട് അല്ലേ. ഇത് കാണുമ്പോൾ കുത്തി പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ് ഇത് നോക്കിയൊക്കെ ബബിൾസിന്റെ കൂടെ ഇങ്ങനെ മിനുക്കുന്നുണ്ട് കേട്ടോ. മിന്നു ഇങ്ങനല്ല, ഞങ്ങളെ മിന്നു ഇങ്ങനല്ല പറയുക. ഇത് ഞങ്ങളെ മിന്നല്ല, ഞങ്ങളെ മിന്നു ഇങ്ങനല്ല പറയുക, വേറെ. ഈ ഒരു വീഡിയോ നമ്മളെ 3-6 വീഡിയോസ് ഇടുന്നതിൻ്റെ ഇടയ്ക്ക് മിസ്സായി പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഫോട്ടോ പോയിൻ്റ് ആണ്. പിന്നെ അത് ഞാൻ ഇത് കൂടെ ജോയിൻ്റ് ആക്കി. പിന്നെ അതിനിടയ്ക്ക് നമ്മളെ യൂട്യൂബ് വരുമാനത്തിനെ പറ്റിയിട്ടും കൂടി ഞാൻ ഈ ഒരു കാഴ്ചയുടെ ഇടയിൽ പറയാട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, അറിയാത്ത ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ എത്ര രൂപ കിട്ടി, മാസം എത്ര രൂപ കിട്ടാറുണ്ട്, പിന്നെ യൂട്യൂബ് വരുമാനം കിട്ടാറുണ്ടാവുമല്ലോ, ആയിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അറിയാത്ത ആളുകൾക്ക്, അവരെ ഞാൻ കുറ്റം പറയില്ല, പക്ഷെ അവരെ അറിയാത്ത ആളുകൾക്കായിട്ട് ഞാൻ പറയുകയാണെ. നമ്മളിപ്പോൾ ഇത് തുടങ്ങുന്ന നിശ്ചല ആളുകൾക്ക് അറിയാത്ര പെട്ടെന്നൊന്നും കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഓരോ സ്റ്റെപ്പ് വരികയാണെങ്കിൽ 1000 സബ്സ്ക്രൈബ് ആവണം, പിന്നെ വാച്ച് അവർ 4000 ആവണം. അതൊക്കെ ആയിക്കഴിഞ്ഞ് മോണിറ്റൈസിൻ്റെ മെയിൽ വന്ന് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോളർ കംപ്ലീറ്റ് ആവണം. അപ്പോൾ $100 ആയി കഴിഞ്ഞെങ്കിൽ ഈ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുള്ളൂ കേട്ടോ. അത്രയും താമസമുണ്ട്. അപ്പം നമുക്ക് അത്രക്കൊന്നും ആയിട്ടൊന്നുമില്ല, കയറി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ കട്ട സപ്പോർട്ട് ഉണ്ട് വെച്ചെങ്കിൽ ആവും. ആയി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും ഞാൻ വീഡിയോയിൽ വന്നിട്ട് പറയും ചെയ്യും കേട്ടോ, നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഫാമിലിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പിറ്റേ ദിവസം പോണത് എടുക്കുക വെച്ചെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് കരാട്ടയിൽ ചാമ്പ്യൻഷിപ്പിന് മത്സരം ഉണ്ട് കേട്ടോ. എന്താ പറയുക, കുമിത്തയുടെ കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കിയതാണ്. കുമിത്ത എന്ന് പറയും, അതിൻ്റെ മത്സരമാണ് കേട്ടോ. അപ്പോൾ അതിന് വന്നതാണ്. ഞങ്ങളിവിടെ കുറച്ചുകൊണ്ട് പോകുന്ന കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒരു സ്കൂളുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും പിന്നെ എന്താ പറയുക തൃശ്ശൂർ അങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെ ഇവരുടെ ഡോജോലത്തെ എന്താ പറയുക ഇസ്മസയുടെ ഡോജോളിൽ നിന്നൊക്കെ കുട്ടികളെ മത്സരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ വന്ന് നോക്കി നോക്കുമ്പോൾ നേരത്തെ ഞങ്ങളിവിടെ എത്തി നോക്കി നോക്കുമ്പോൾ കുട്ടികളൊക്കെ ആകെ 2 ആൾക്കാരായിട്ടേ വന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടാ ഞങ്ങൾ നടന്നു പോകട്ടെ. നല്ല ഇഷ്ടപ്പെട്ട സ്കൂളാണ് കേട്ടോ. സ്കൂളിൻ്റെ പേരെന്താണെന്ന് വെച്ചെങ്കിൽ നെല്ലിശ്ശേരി സ്കൂൾ എന്നാണ് കേട്ടോ പറയുക. സ്കൂളിൻ്റെ പേര് മറന്നുപോയി ഞാൻ, കുറേ മുന്നേ നമ്മളെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പെൻഡിങ് ആയി പോയതാണ്. അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരും വന്നതിന് ശേഷം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, മെമ്പർമാരും കാര്യങ്ങളും. എല്ലാവരും വന്നതിന് ശേഷം അവരെ ആദരിക്കലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇവരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ഓരോരുത്തരുടെ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഡോജത്തെ കേട്ടോ കുട്ടികൾ. അപ്പോൾ അവർക്കും അവരുടെ ടീം വരുമ്പോൾ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫഹദാണ് കേട്ടോ റെഡ്. അങ്ങനെ അവർ കളിച്ച് അതിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡോജോക്കാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. ഡോജോയിൽ ഫസ്റ്റ് ഇവർക്ക് കിട്ടിയത്, ഫെമിക്കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി, ഫഹദിന് സെക്കൻഡ്. എന്തായാലും വേണ്ടില്ല, മാഷാഅല്ലാ മക്കളെ എല്ലാത്തിലും പങ്കെടുപ്പിക്കുക, മാക്സിമം എല്ലാതും പഠിപ്പിക്കുക. അപ്പോൾ ലൈക്ക് ഇടാൻ മറന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. നമ്മൾ അന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.